ഹലോ എവ്രിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാത്സ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് കെമിസ്ട്രി എക്സാം ആണ്. അപ്പോൾ കെമിസ്ട്രി എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 51 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇടുന്നുണ്ട്. സോ നിങ്ങൾ രണ്ടും പോയിട്ട് കാണണം. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ കൂടുതൽ സമയം ലേറ്റ് ആക്കാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ മാത്സ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നോ? എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് കമൻറ്റ് സെഷനിലൊക്കെ നിങ്ങളൊന്ന് പറയാം കേട്ടോ. ഓക്കെ, എനിവേസ് നമുക്ക് കൂടുതൽ സമയം കളയണ്ട, കുറച്ചും കൂടെ സമയമുള്ളൂ. ഈ പറയുന്ന പോലെ എക്സാം കഴിഞ്ഞ് വരുന്നു, ഉച്ചക്കൊന്ന് വന്നിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ചെറിയൊരു മയക്കം, ദെൻ രാത്രി കുറച്ച് സമയം പഠിക്കാൻ കിട്ടുന്നു, രാവിലെ പോയിട്ട് എക്സാം എഴുതുന്നു. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ. സോ നമുക്ക് ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ നമുക്ക് വേഗം നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കാം. അതിൻ്റെ കൂടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു മാർക്കിന് നമ്മുടെ ഫുൾ മാർക്ക് പോവാം, ഒരു മാർക്കിന് നമ്മുടെ A+ പോവാം. ഇതൊരു ക്രിസ്മസ് എക്സാം ആണെങ്കിൽ പോലും നമുക്കെല്ലാം കാര്യമായിട്ടുള്ള എക്സാംസ് തന്നെയാണ്. നമ്മുടെ CE മാർക്കിനെയും എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് 4 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിലേതെങ്കിലും 4 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് സീ ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. പൊട്ടൻഷ്യൽ അസൈൻ ടു ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. SHEക്ക് നമ്മൾ എപ്പോഴും കൊടുത്തിട്ടുള്ള എത്ര പൊട്ടൻഷ്യലാണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എത്രയാണ്? 0 വോൾട്ട് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവരും അറിയുന്ന കാര്യമല്ലേ? 0 വോൾട്ട് ആയിരിക്കും നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത്. ആർക്ക്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHE എന്ന് നമ്മൾ പറയുന്ന ഇലക്ട്രോഡിന്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ഇതെന്തിന് എക്സാമ്പിളാ? അല്ലെങ്കിൽ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതാണെന്ത് നമ്മുടെ മൊളാരിറ്റി, ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് മൊളാരിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ആണെങ്കിലോ? കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ആണെങ്കിൽ എന്താ വരുന്നത്? നമ്മുടെ മൊളാലിറ്റി ആണ് വരുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഹാവിംഗ് റേറ്റ് കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 × 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. എന്നിട്ട് ഈ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഓർഡർ എന്ന് പറയാൻ കഴിയും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ പവർ 1 - n ലിറ്റർ പവർ n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0 ഓർഡർ റിയാക്ഷന്റെ എന്താണ് കെന്റെ യൂണിറ്റ് വരുന്നതായിരിക്കാം? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുന്ന സമയത്ത് എന്തായിട്ട് മാറും? 1 - 1 0, 1 - 1 0. സോ സെക്കൻഡ് ഇൻവേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിട്ട് മാറും? മോൾ പവർ 1 - 1 ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. സോ ഇവിടെ നമ്മുടെ യൂണിറ്റിൽ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഏത് ഓർഡർ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയും. കാരണം ഇവിടെ ഓർഡറിൽ എന്ത് മാത്രമേ ഉള്ളൂ? റേറ്റ് കോൺസ്റ്റന്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആ യൂണിറ്റ് നോക്കിയിട്ട് എന്ത് പറയാം? ഈ റിയാക്ഷന്റെ ഓർഡർ എന്താണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഡൈഡെൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം അവർക്ക് രണ്ട് ബോണ്ടുകൾ അവർക്ക് ഫോം ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. വാട്ടറിന്റെ കേസിൽ നമുക്കറിയാം, വാട്ടർ എന്ന് പറയുന്നത് ഒരു ബോണ്ട് മാത്രം ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് വാട്ടർ വരുന്നത്. ദെൻ CO3 2- അഗെയിൻ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. C2O4 2- എന്ന് പറയുമ്പോൾ COO- ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട്. സോ ഇതിനെ നമുക്കൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ട് പറയാനായിട്ട് കഴിയും. SO4 2- അഗെയിൻ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇവരെല്ലാവരും എന്താണ്? മോണോഡെൻഡേറ്റ് ആണ്. ഇതിൽ C2O4 2- മാത്രമേ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് എത്തിലീൻ ഡയമീൻ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് അല്ലെ. എങ്ങനെയാണ്? CH2NH2 CH2NH2. ഓക്കെ, സോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഈ 2 നൈട്രജനും ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയും ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ,
CONH3 5 times NO2 Cl2. ഓക്കെ, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമുക്ക് തന്നിട്ട് NO2 ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. എന്താ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ അവർക്ക് രണ്ട് സൈഡിലൂടെ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ NO2 എന്ന് പറയുന്ന ലിഗാൻഡിന് ഒന്നുകിൽ നൈട്രജൻ ത്രൂ ബോണ്ട് ഫോം ചെയ്യാം അല്ലെങ്കിൽ ഓക്സിജൻ ത്രൂ ബോണ്ട് ഫോം ചെയ്യാം. ഇത് രണ്ടും അവർക്ക് പോസിബിൾ ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ഇതിന് എക്സാമ്പിൾ NO2 പറയാം നമുക്ക് സയനൈഡ്, CN ആക്കാം, NC ആക്കാം. SCN ഉണ്ട്, തയോസയനേറ്റ്. ഓക്കെ, അതിനെ നമുക്ക് SCN ആക്കാം, NCS ആക്കാം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ആളുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമർസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ലിങ്കേജ് ഐസോമർസം. അതായത് ഒരു കോമ്പൗണ്ടിൽ ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ അടുത്ത കോമ്പൗണ്ടിൽ ഇവരുടെ സ്ട്രക്ചർ വരുന്നത് എന്തായിരിക്കും? CONH3 5 times ഇവിടെ NO2 ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും? ONOCl2. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് ഐസോമർസം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ലിങ്കേജ് ഐസോമേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് ആര് മാത്രമേ കാണിക്കുള്ളൂ? ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് ഉള്ള മോളിക്യൂൾസ് മാത്രമേ ഇങ്ങനെ ഒരു എന്താ പറയുക ലിങ്കേജ് ഐസോമർസം കാണിക്കുന്നുണ്ടായിരിക്കുള്ളൂ. സോ ലിങ്കേജ് എന്ന ആ പേരിന് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും എന്താണ്? ബോണ്ടുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 2,4,6 ട്രൈനൈട്രോഫീനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. സോ ഈ തന്നിട്ടുള്ളതിൽ ഇത് 2, ഇത് 4, ഇത് 6. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ് എന്ത് പിക്രിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്ന ആൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, RCOCl-നെ ഞാൻ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്, പോയിസൺഡ് പലേഡിയത്തിന്റെ പ്രസൻസിൽ ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിന് ഞാൻ RCHO ആൽഡിഹൈഡ് ആൻഡ് HCl ആക്കി മാറ്റാണ്. ഈ റിയാക്ഷൻ ഒരു പെർട്ടിക്കുലർ നെയിം റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്? റോസൻമൺ റിഡക്ഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോന്റെ 2 ആപ്ലിക്കേഷൻസ് പറയാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ കാര്യത്തിൽ നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമുക്കൊരു എക്സാമ്പിൾ ആക്കി പറയാം. ദെൻ നമുക്ക് പറയാൻ പറ്റുന്ന വേറെ കാര്യമാണ് എന്ത്? നമ്മുടെ സ്ക്യൂബ ഡൈവിങ്ങിന്റെ കേസിലുള്ള നമ്മുടെ സ്ക്യൂബ ഡൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്ക്യൂബ ഡൈവിങ്ങിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ അതിന് നമ്മൾ പറയുന്ന പേര് സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? നമ്മൾ ഹെൻറീസ് ലോന്റെ ബേസിസിലാണ് അവിടെ ഹീലിയം ആൻഡ് നൈട്രജൻ, ഓക്സിജൻ, ഹീലിയം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്? എന്താ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ് രണ്ടാളുകൾക്ക് ഉള്ളത്. 2 സൊല്യൂഷൻസിന് ഉള്ളത് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ് അവർ രണ്ടുപേരും എന്നുള്ളത്. എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത്. ആ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. ഓക്കെ, അപ്പോൾ 2 ലിക്വിഡ്സ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ 2ലെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അവരെ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഗാൽവാനിക് സെൽ? എന്താ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സെൽസ് ഇൻ വിച്ച് കെമിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത്. ഇങ്ങനെ എനർജീന്റെ എക്സ്ചേഞ്ച് നടക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗാൽവാനിക് സെല്ലാണ് അവരെന്ന് വിളിക്കാം. ഗാൽവാനിക് സെല്ല് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഏത് സെല്ലാണ്? നമ്മുടെ ഡാനിയൽ സെൽ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഗാൽവാനിക് സെൽ. ഡാനിയൽ സെല്ലിന്റെ ആനോഡും കാത്തോഡും ഒക്കെ ആരാന്ന് നമുക്കറിയാലോ. ആരാണ് ആനോഡും കാത്തോഡും? ആരാണ് നമ്മുടെ ആനോഡും കാത്തോഡും ഡാനിയൽ സെല്ലിലെ ആനോഡ് സിങ്ക് ആണ്, കാത്തോഡ് കോപ്പർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ് നെക്സ്റ്റ് വൺ റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. നേൺസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് ആനോഡിലെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാത്തോഡിലെ കോൺസെൻട്രേഷൻ. സോ ഡാനിയൽ സെൽ നമ്മൾ പറഞ്ഞു ആനോഡിൽ ഉണ്ടാവുന്നത് സിങ്ക് ആണ്. സോ സിങ്കിന്റെ അയോൺ ഏതാണ്? സിങ്ക് 2+ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ എന്താണ്? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ 2 ലോഗ് ഡാനിയൽ സെൽ ആയതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ലോഗ് Zn2+ ഡിവൈഡഡ് ബൈ Cu2+. ഇതാണ് നമ്മുടെ ഡാനിയൽ സെൽ ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. എടാ ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ് നെക്സ്റ്റ് വൺ റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസിന്റെ 2 അഡ്വാൻറ്റേജ് ചെയ്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം അവരുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്? വാട്ടർ ആണ്. നമുക്ക് ഡ്രിങ്കിങ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ആണ് അവരുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് പറയാം. ദേ ആർ മോർ എഫിഷ്യൻറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇത് രണ്ടും അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇക്കോ ഫ്രണ്ട്ലി ആണ്, അവർ എഫിഷ്യൻ്റ് ആണ്. ഇത് രണ്ടും അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ വാട്ട് യു മീൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താ പറയാ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ദാറ്റ് ഇസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എഴുതാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് 2 ഫാക്ടേഴ്സ്? ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? നമ്മുടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, കറക്റ്റ് അല്ലേ? റിയാക്റ്റൻസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് നമുക്ക് പറയാം. അതുപോലെ നമ്മൾ പറയാറുണ്ട് വേറൊരു ആളാണ് ആര്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആരെ പറയാം? പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? നമ്മുടെ എന്താ പറയുക amount of product rate of a reaction depend ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ വാട്ട് ഈസ് എ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ്? ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 3D സീരീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? 3D സീരീസിന്റെ കോമൺ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +2 ആണ്. എത്രയാണ്? +2 ആണ്. ഓക്കെ അല്ലേ? ബിക്കോസ് സ്കാൻഡിയം +2 കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും പൊതുവേ അവർ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? +2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ്. വൈ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ജനറലി കളേർഡ് ആണ് നമ്മൾ പറയാനുള്ള കാരണം? വൈ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം കളേർഡ് കാണിക്കാനുള്ള കാരണമാണ് അവരുടെ DD ട്രാൻസിഷൻ. അവരുടെ D ഇലക്ട്രോൺസ് പൊതുവെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ D ഓർബിറ്റൽ അവർക്കിടയിൽ എന്ത് നടക്കും? DD ട്രാൻസിഷൻ നടക്കും. അങ്ങനെ DD ട്രാൻസിഷൻ നടക്കുന്നത് കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അവർ കളർ കാണിക്കാനുള്ള കാരണം. നെക്സ്റ്റ് വൺ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആർ ഹാവിംഗ് എ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. വൈ? എന്തുകൊണ്ടാണ് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടാനായിട്ടുള്ള കാരണം? ദാറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ഒന്നുമില്ല, നമ്മുടെ 4D ആൻഡ് 5D സീരീസ് 4D ആൻഡ് 5D സീരീസിലുള്ള എലമെന്റ് തമ്മിൽ അവരുടെ അറ്റോമിക് റേഡിയൈ എന്താണ്? അറ്റോമിക് റേഡിയൈ നിയർലി സെയിം ആണ്. അവരുടെ അറ്റോമിക് റേഡിയൈ നിയർലി എന്താണ്? സെയിം ആണ്. അതിന്റെ കാരണമാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ്
പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എന്ത് 4f ഓർബിറ്റൽ. 4f ഓർബിറ്റൽസിന്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് എന്തിന് കാരണം? അവര് എന്താ പറയുക ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ കാണിക്കാനുള്ള കാരണം. 4f ഓർബിറ്റൽ നല്ല രീതിയിൽ ഷീൽഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന് നല്ല രീതിയിൽ ഷീൽഡ് ചെയ്യുന്നില്ലെങ്കിൽ ന്യൂക്ലിയസിന് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? മേലിൽ നിന്നും താഴോട്ട് വരുന്നതോറും അറ്റോമിക് റേഡിയായി കൂടുകയാണ് എന്നല്ലേ. പക്ഷേ 4Dയും 5Dയും 4D മേലെയും 5D താഴെയാണ്. പക്ഷേ ഇവരുടെ അറ്റോമിക് റേഡിയായി തമ്മിൽ അധികം വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അതിന്റെ കാരണമാണ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഓർബിറ്റൽസ്. സോ ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ. ഇങ്ങനെ സിമിലർ അറ്റോമിക് റേഡിയായി ആയതുകൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ അവരെന്ത് കാണിക്കും? നല്ല രീതിയിലുള്ള സിമിലാരിറ്റീസ് അവർ കാണിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, നെയിം ദ മെറ്റൽ അയോൺ പ്രസന്റ് ഇൻ ദ ഫോളോയിങ് നേച്ചർലി ഒക്കറിംഗ് കോംപ്ലക്സസ്. ഓക്കെ, ഹീമോഗ്ലോബിനിലുള്ള ആൾ ആരാണ് നമുക്കറിയാം? നമ്മുടെ Fe2+ അയോൺ ആണ് ഹീമോഗ്ലോബിനിൽ നമ്മൾ കാണുന്ന മെറ്റൽ. ക്ലോറോഫിൽ കാണുന്ന മെറ്റൽ ഏതാണ്? Mg2+ ആണ് നമ്മൾ ക്ലോറോഫിൽ കാണുന്ന മെറ്റൽ എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് മെറ്റൽസ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹീമോഗ്ലോബിൽ അയൺ ആണ് നമ്മുടെ ഓക്സിജൻ ഒക്കെ എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽസ്. ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽസും ആംബിഡെന്റേറ്റ് ലിഗാൻസും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അതായത് ന്യൂക്ലിയോഫൈൽസിലും രണ്ട് പേർക്കും ആ ഒരു നെഗറ്റീവ് ചാർജ് എടുക്കാനായിട്ട് കഴിയും. ഒന്നുകിൽ അവര് -Cn ആയിട്ട് മാറും, അല്ലെങ്കിൽ Cn-. ഒന്നുകിൽ അവര് SCn- ആയിട്ട് മാറും, അല്ലെങ്കിൽ NCS- ആയിട്ട് മാറും. ഇത് രണ്ടും ഇവർക്ക് എന്താണ്? പോസിബിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സയനോ. ഇതിനെന്ത് വിളിക്കും? ഐസോ സയനോ. ഓക്കെ അല്ലേ? ഇതെന്താണ്? തയോസയനേറ്റ്, ഇത് ഐസോ തയോസയനേറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. വാട്ട് ആർ ഗ്രിഗ്നാർഡ് റിയേജൻ? എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റൽ ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. മെറ്റൽ ഹാലൈഡ്സ് അല്ല, എന്താ പറയുക, മെറ്റൽ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. മെറ്റാലിക് ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻസ്, അല്ലെങ്കിൽ RMGX എന്ന് നമുക്കിതിനെ പറയാനായിട്ട് കഴിയും. അതായത് RXനെ മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? ഓർഗാനോ മെറ്റാലിക് ഹാലൈഡ് ആണ് എന്ത്? RMGX എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നമ്മുടെ ഹോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എന്ത്? ഗ്രിഗ്നാർഡ് റിയേജൻസ് അല്ലെങ്കിൽ ഓർഗാനോ മെറ്റൽ ഹാലൈഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, it is necessary to avoid even traces of moisture from a Grignard reagent. Why? എന്തുകൊണ്ടാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ട്രേസസ് ഓഫ് വാട്ടർ പോലും അല്ലെങ്കിൽ മോയ്സ്ചർ പോലും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെരി സിമ്പിൾ. നമ്മൾ എപ്പോഴും ഡ്രൈ ഈഥറിന്റെ പ്രസൻസിലാണ് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ റിയാക്ഷൻസ് എല്ലാം എടുക്കാറുള്ളത്. കാരണം RMGX വെരി ട്രേസസ് ഓഫ് മോയ്സ്ചർ ആയിട്ട് എന്താ പറയുക റിയാക്ട് ചെയ്താൽ തന്നെ അവർ മാറിയിട്ട് ആരായിട്ട് മാറും? ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. സോ ഇങ്ങനെ ഒരു റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോയ്സ്ചർ അവിടുന്ന് കളയുന്നത്. മോയ്സ്ചറിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുക. മോയ്സ്ചർ അവിടെ ഇല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ അവിടെ നടക്കില്ല. RMGX ആയിട്ട് തന്നെ നിന്നോളും. സോ മോയ്സ്ചർ, ഈവൻ ട്രേസസ് ഓഫ് മോയ്സ്ചർ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ RMGX ആ മോയ്സ്ചറിനെ എടുത്ത് വലിച്ചിട്ട് അവരാരായിട്ട് മാറും? ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് ഈഥൈൽ ക്ലോറൈഡ്? ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പം CH3CH2Cl ഈഥൈൽ സയനൈഡ് ആയിട്ടുള്ള CH3CH2Cn ആക്കി മാറ്റാൻ ഞാൻ എന്ത് ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. ഇത് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്? KCN-നെയാണ്. റൈറ്റ്. ഇനി ഞാൻ നേരെ മറിച്ച് ഇവിടെ എടുക്കുന്നത് ഒരു AgCN ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താവുമായിരുന്നു? ഐസോസയനൈഡ് ആണ് എനിക്കിവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയണം, നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഡൗട്ട് ഇല്ലല്ലോ. AgCN ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് NC ആയിരിക്കും, KCN ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് CN ആയിരിക്കും. ഇതിന്റെ റീസൺ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. KCN ഒരു അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വെറാസ് AgCN ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഇവിടെ കിട്ടാനുള്ള കാരണം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, CH2ClCOOH. CH2ClCOOH is a stronger acid than
CH3COOH. വൈ എന്നാണ് ചോദ്യം. CH3COOH എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മീഥൈൽ ഗ്രൂപ്പിന് എന്ത് എഫക്റ്റ് ഉണ്ട്? പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട് അല്ലേ? പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്. സോ നമുക്കറിയാം ഇങ്ങനെ C∩OOH ഇവർക്കിടയിലുള്ള പൊളാരിറ്റി നമുക്ക് കൂട്ടുകയാണ് വേണ്ടത്. അങ്ങനെ കൂട്ടുന്ന സമയത്താണ് എന്ത് പോവുക? ഇവിടുന്ന് ഹൈഡ്രജൻ ഇവിടുന്ന് പോവുകയുള്ളൂ. സോ ഇവിടെ ഇവരിങ്ങോട്ട് ഓക്സിജന് ഇലക്ട്രോൺസ് കൊടുത്തോണ്ടിരുന്നാൽ ഇവർ തമ്മിലുള്ള പൊളാരിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അങ്ങനെ പൊളാരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അവിടുന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. പക്ഷേ ഇവിടെ ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ എന്ത് എഫക്റ്റ് ഉണ്ട്? മൈനസ് ഐ ഇഫക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അങ്ങോട്ട് വലിക്കുന്ന സ്വഭാവമാണ് ക്ലോറിനുള്ളത്. സോ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കി ഒരു ക്ലോറിൻ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും അവർ ആ ഒരു ഇലക്ട്രോൺസിനെ അങ്ങോട്ട് എടുക്കാനായിട്ട് നോക്കും. സോ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ഇടയിലുള്ള പൊളാരിറ്റി കൂടും. അവരുടെ അസിഡിറ്റിയും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അതുകൊണ്ടാണ് CH2Cl is stronger acids than COOH എന്ന് CH3COOH നമ്മൾ പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Give a chemical test to distinguish between the propanol and propanone. Propanol എന്ന് പറയുമ്പം CH3 CH2 CHO. പ്രൊപ്പനോൺ എന്ന് പറയുമ്പം CH3 C∩O CH3. ഇവരെ രണ്ടുപേരെ നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം എന്നാണ് ചോദ്യം. ഒന്നുകിൽ നമുക്ക് ടോളറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ് കൊടുക്കാം. കാരണം ഈ എന്താ പറയുക നമ്മുടെ കീറ്റോൺസ് അതൊന്നും തരുന്നില്ല. സോ ഫെലിങ്സ് ടെസ്റ്റ് നമുക്ക് ഒന്നുകിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ആരുണ്ട്? നമ്മുടെ CH3CO ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ നമുക്ക് ഇവിടെ ക്യാരി ഔട്ട് ചെയ്യാം. എന്ത് ക്യാരി ഔട്ട് ചെയ്യാം? ഹാലോഫോം റിയാക്ഷൻ. ഇവരെന്ത് ചെയ്യും? പോസിറ്റീവ് ഹാലോഫോം റിയാക്ഷൻ തരും. ഇവരെന്താണ്? നെഗറ്റീവ് ഹാലോഫോം റിയാക്ഷൻ ആയിരിക്കും ഇവർ തരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നെഗറ്റീവായിട്ട് തന്നത് ആരാണ്? പ്രൊപ്പനാലാണ്. പോസിറ്റീവ് കാണിച്ച ആളാണ് നമ്മുടെ കീറ്റോൺ എന്ന് നമുക്കിവിടെ പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഡിസിഷൻ നമുക്കിവിടെ എടുക്കാനായിട്ട് കഴിയും. ഇവർ രണ്ടുപേരെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ അസറ്റിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് P2O5. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COOH ആണ്. ഇതിനെ നമ്മൾ P2O5 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിരിക്കും. ഒരു മോളിക്യൂൾ വാട്ടർ ഇവിടെ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്തത് CH3COOCH3 അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും CH3CO twice O. ഓക്കെ, ഇവിടെ ഒരു O ഉണ്ടാവുള്ളൂ കേട്ടോ. സോറി. കാരണം എന്താ നമ്മൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്ന CH3C∩OH ഉണ്ട്. എഗെയിൻ അനദർ OH C∩O CH3. ഒരു മോളിക്യൂൾ വാട്ടർ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CH3COO ആയിട്ടുണ്ടായിരിക്കും, മറ്റത് CH3CO ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവരൊരു മോളിക്യൂൾ വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് ഇവരെന്തായിട്ട് മാറും? CH3CO twice O അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിട്ട് ഇവര് മാറുകയാണ് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് P2O5 ഇവർ എന്താ ചെയ്യുക? 1 മോളിക്യൂൾ ഓഫ് വാട്ടറിനെ റിലീസ് ചെയ്തിട്ട് അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി എങ്ങനെ ടൊളുവീനെ ബെൻസോയിക് ആസിഡ് ആക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടൊളുവീനെ ബെൻസോയിക് ആസിഡ് ആക്കുക എന്നുള്ള കാര്യം. ജസ്റ്റ് നമ്മൾ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ആരോ ഒരാളെ, അതായത് KMNO4നെ, ആൽക്കലൈൻ KMNO4നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള. സോ ഇതെന്ത് ചെയ്യും? ഇവിടെ എത്ര ഒരു ലെങ്ത് ഉള്ള ഒരു ആൽക്കൈൽ ചെയിൻ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അവരെന്തായിട്ട് മാറുക ചെയ്യുക? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പിനെ മാത്രമേ എനിക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് കഴിയാത്തതുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നെക്സ്റ്റ് വൺ. ദി എലമെന്റ് ഇൻ ദ 3D സീരീസ് ഉള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതിലുള്ള ഒരാളിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അയാൾ ആരാണ് എന്നാണ് ചോദ്യം. നോ സംശയം ആരാണ്? സിങ്ക് ആണ്. കാരണം അവരുടെ ന്യൂട്രൽ സ്റ്റേറ്റിലും അല്ലെങ്കിൽ അറ്റോമിക് സ്റ്റേറ്റിലും അയോണിക് സ്റ്റേറ്റിലും അവർക്കുള്ളത് എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ അവരുടെ ന്യൂട്രൽ സ്റ്റേറ്റിലും അവരുടെ അയോണിക് സ്റ്റേറ്റിലും ഉള്ളതുകൊണ്ട് തന്നെ വി ആർ നോട്ട് കൺസിഡറിങ് സിങ്ക് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. എടാ ഡൗട്ട് ഇല്ലല്ലോ?
Okay. Next one. Which of the following has the least magnetic moment? ഇതിൽ ഏതിനാണ് കുറവ് മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് മൊമെന്റ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ ആണ് √n+2 ബോർ മാഗ്നറ്റോൺ എന്നുള്ളത്. ഓക്കെ, സോ കോപ്പർ 2+ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3d9 4s0 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇത് 3d10 4s1 ആണ്. സോ രണ്ടാൾ പോയി കഴിഞ്ഞാൽ എസ് എന്ന് ഒരാൾ പോയി, ഡി എന്ന് ഒരാളും പോയി. സോ 3d9 4s0 ആണ്. സോ n is equal to 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ mu equal to √3 അല്ലെങ്കിൽ 1.73 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി Ni2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കൽ, യെസ്, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. നിക്കൽ എന്താണ്? 28 ആണ്. സോ 28 ആവുമ്പോൾ 3d8 4s2 ആയിരിക്കും. സോ Ni2+ എന്ന് പറയുമ്പോൾ 3d8 4s0 ആയിട്ട് മാറും. ഇവിടെ n equal to 2 ആണ്. സോ mu equal to √2 into 2 into 4 എന്ന് വരും, which is equal to √8 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി CO2+ ആണെങ്കിലോ, CO2+ ആണെങ്കിൽ അഗൈൻ നമുക്ക് കിട്ടുന്നത് 3d7 4s0 ആയിരിക്കും. കാരണം അത് 27 ആണ്. n is equal to 3 ആണ്. mu equal to √15 ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. Fe2+ ആവുന്ന സമയത്ത് ഇത് 3d6 4s0 ആയിട്ട് മാറും. n equal to 4 ആവും. mu equal to എന്താണ്? 4 into 6 which is equal to 24 എന്ന് നമുക്ക് കിട്ടും. ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ വാല്യൂ? ഈസ് ഫോർ കോപ്പർ 2+ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇത്രയൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യം ഉണ്ടാവില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാം. ആരാണ്? കോപ്പർ 2+ ആണ്. കാരണം അവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. സോ അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് മൊമെന്റേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is liquid in solid type solution? ഓക്കെ, അതായത് ഒരു ലിക്വിഡ് ആണ് നമ്മുടെ ഇവിടുത്തെ ആര്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോൾവെന്റ് ആരാണ്? സോൾവെന്റ് നമ്മുടെ സോളിഡ് ആണ്. നമുക്ക് ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സോൾവെന്റ് വാട്ടർ ആണ് അല്ലെങ്കിൽ ലിക്വിഡ് ആണ്. സോ അതെല്ലാം നമുക്ക് പറയാം. ക്യാംഫർ ഇൻ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ആണ് ഇവിടുത്തെ എന്താ പറയുക സോൾവെന്റ് വരുന്നത്. സോ അതെല്ലാം നമുക്ക് പറയാം. കോപ്പർ ഡിസോൾഡ് ഇൻ മെറ്റൽ എന്ന് പറയുമ്പോൾ സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ ഇതുമല്ല. നമ്മുടെ അമാൽഗം ഓഫ് മെർക്കുറി ഒരു ലിക്വിഡാണ് നമുക്കറിയാം. സോഡിയം ഒരു മെറ്റലാണ്, അതൊരു സോളിഡ് ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലിക്വിഡ് ഇൻ സോളിഡ് ഇവിടുത്തെ സൊല്യൂഷൻ വരുന്നത് ഏതാണ്? അമാൽഗം അല്ലെങ്കിൽ നമ്മുടെ സോഡിയത്തിന്റെ അമാൽഗം എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. State the oxidation state of chromium in K2Cr2O7 is. Oxidation state of chromium in K2Cr2O7 എത്രയാണ് അതാ വരുന്നത്? Oxidation state of chromium in K2Cr2O7 നമുക്കറിയാം. K2Cr2O7 ഇതിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം എത്രയാണ്? യെസ്, പൊട്ടാഷ്യത്തിൻ്റെത് +1 ആണ് നമുക്കറിയാം. സോ 2 into +1 + 2 into x + 7 into -2 equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2 + 2x - 14 equal to 0. 2x is equal to 12 എന്ന് വരും. x is equal to +6 എന്ന് വരും. സോ നമ്മുടെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ K2Cr2O7 ആൻസർ വരുന്നത് +6 ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. A solution which has higher osmotic pressure as compared to other solution is known as. നമ്മൾ പറഞ്ഞു സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവരെ നമ്മൾ വിളിച്ച പേരാണ് ഐസോടോണിക് സൊല്യൂഷൻസ്. എന്താ വിളിച്ചത്? ഐസോടോണിക് സൊല്യൂഷൻസ്. ഇനി ഒന്നിന് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അതർ ആണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എന്താണ്? ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒന്നിന് ലോവർ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടിയത്, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ്. സോ ഇവിടെ ചോദിച്ചത് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. ഹൈപ്പർ ഓസ്മോട്ടിക് അല്ല, ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ.
ചാർജ് റിക്വയർഡ് ടു റെഡ്യൂസ് 1 mole ഓഫ് I2. 1 mole ഓഫ് I2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 2I- ആയിട്ടല്ലേ റെഡ്യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ഓരോ അയഡിനും എത്ര മോൾ കൊടുക്കണം? ഓരോ മോൾ ഓക്സിജൻ നമ്മൾ കൊടുക്കണം. ഒരു മോൾ അയഡിന് ഒരു മോൾ ഇലക്ട്രോണിന് നമ്മൾ കൊടുക്കണം. അങ്ങനെ 2 അയഡിൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ 2 മോൾ ഇലക്ട്രോണിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. അപ്പോഴേ ഇവർ 2I- ആയിട്ട് മാറുള്ളൂ. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് പറയാം ദാറ്റ് ഈസ് 1 ഫാരഡേ വിച്ച് ഇസ് ഈക്വൽ ടു 96,500. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓഫ് 2 mole ഓഫ് ഇലക്ട്രോൺ എത്രയായിട്ട് വരും? 2 ഫാരഡേ അല്ലെങ്കിൽ 2 × 96,500 കൂളോമീറ്റർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കൂളോം എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. 2 × 96,500 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? 1 mole I2 എടുത്തിട്ട് നമ്മൾ I- ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole I2 ഒരു I2 എന്തായിട്ടാ മാറുക? 2 I- ആയിട്ടാ മാറുക. സോ 1 mole I2 ഉണ്ടെങ്കിൽ അത് 2 mole I- ആയിട്ടാണ് മാറുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 mole ഇലക്ട്രോൺസിന് അങ്ങോട്ട് കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത് 2 × 96,500 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. The rate of a reaction is expressed as rate നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് AA plus BB gives CC plus DD ആണെങ്കിൽ ഇതിന്റെ റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1/A dA/dt is equal to -1/B dB/dt is equal to +1/C dC/dt equal to +1/D dD/dt. നമ്മളിങ്ങനെ എഴുതാറുണ്ടല്ലോ. സെയിം കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ റിയാക്ഷന്റെ എന്താ പറയുക ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മൈനസും പ്ലസും ആദ്യം നോക്കാം. മൈനസ് കാണിക്കുന്നവരാണ് ആര്? നമ്മുടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അവരുടെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ഇങ്ങനെ റെസിപ്രോക്കലാക്കി എഴുതിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ മൈനസ് നിങ്ങൾക്ക് കാണുന്നത് ഡിന്റെ കേസിലുണ്ട്, ബിന്റെ കേസിലുണ്ട്. ബിയുടെ റെസിപ്രോക്കൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ഒരാളേ ഉള്ളൂ നമുക്ക് പറയാം. ഡിന്റെ കേസിൽ -1/3 എന്ന് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബി പ്ലസ് 3D നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സി ഉണ്ടാവുന്നുണ്ട്? 2 സിയും 4 എയും ഉണ്ടാവുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ വിൽ ബി B + 3D വിൽ ബി ഈക്വൽ ടു 4A + 2C എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ചാറ്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ നിങ്ങൾ. ഓക്കെ യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും അഗെയിൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി റാഷണൽ ആവാം, 0 ആവാം, ഇന്റഗ്രൽ ആവാം, ഏതുമാവാം. അതുകൊണ്ട് തന്നെ ഓർഡർ ക്യാൻ ടേക്ക് വാല്യൂസ് ഓൾ ഓഫ് ദി അബവ്. ഓർഡറിന് എന്ത് ചെയ്യാം? എടുക്കാനായിട്ട് കഴിയും. ഈ കാര്യം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓർഡർ ഓഫ് എ റിയാക്ഷൻ നമുക്ക് ഏത് വാല്യൂസും വരാം എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? പക്ഷേ മോളിക്യുലാരിറ്റി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആവാൻ പറ്റുമോ? ഇല്ല. മോളിക്യുലാരിറ്റി ഒരിക്കലും എന്താവില്ല? നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഫ്രാക്ഷൻ. അവരെപ്പോഴും എന്താണ് 1-നെക്കാട്ടും കൂടിയ ഒരു വാല്യൂ ആണ് നമ്മുടെ മോളിക്യുലാരിറ്റി ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Yes, next one. The ions or molecules bound to the central metal atom in the coordination entity is called. നമുക്കറിയാം കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ നമ്മുടെ മെറ്റലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗാൻഡ്സ്. എന്താ വിളിക്കുന്നത്? ലിഗാൻഡ്സ്. ഓക്കെ. ഈ ബോണ്ടുകൾ എന്തല്ല? അയോണൈസബിൾ ബോണ്ടുകളല്ല. ഇനി അയോണൈസബിൾ ആയിട്ടുള്ള ബോണ്ടുകൾ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി വാലൻസീസ് എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺസ്. എന്താ വിളിക്കുക? കൗണ്ടർ അയോൺസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്ന പേര്. ഓക്കെ ക്ലിയർ? Next one. In CO(C2O4) thrice 3 minus the coordination number of cobalt is CO(C2O4) thrice 3 minus എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
COO മൈനസ് COO മൈനസ്, ഇതാണ് ആര് C2O4 എന്ന് പറയുന്നത്. ഇവര് ഒരാളുണ്ടെങ്കിൽ അവർ എത്ര ബോണ്ട് ഉണ്ടാക്കും? 2 ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ എത്ര ആളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആളുണ്ട് എന്നാണ് പറഞ്ഞത്. സോ 3 ആളുണ്ടെങ്കിൽ ഓരോരുത്തരും 2 വീതം. സോ ഇവിടത്തെ അവരുടെ സെക്കൻഡറി വാലൻസി അല്ലെങ്കിൽ കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 3 ആണ് എന്ന് നമ്മൾ മറന്ന് എഴുതരുത്. കാരണം ഓക്സലേറ്റിന് 2 നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 6 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ദ ചാർജ് ഇൻ നിക്കൽ ഇൻ NiCO4 NiCO4ലെ നിക്കലിന്റെ ചാർജ് എത്രയാണ് എന്നാണ് ചോദ്യം. കാർബണൈൽ ഒരു ചാർജ് ഇല്ലാത്ത, ചാർജ്ലെസ് അല്ലെങ്കിൽ ന്യൂട്രൽ ലിഗാൻഡ് ആണ് എന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. ഈ ഹോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിനും ഒരു ചാർജും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? നമ്മുടെ കൊബാൾട്ടിന്റെ നമുക്കറിയില്ല, അതിനെ ഞാൻ X എന്ന് എടുക്കുകയാണ്. ഓരോ ഓക്സലേറ്റിനും -2 ചാർജ് ഉണ്ട്. സോ 3 × -2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? -3 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ X - 6 is equal to -3, X is equal to +3 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ എന്താണ്? ഇവിടെ അങ്ങനെ ഒരു കാര്യമൊന്നും നമുക്ക് ചെയ്യാനില്ല. കാരണം കൊബാൾട്ട് എന്താണ്? ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, EDTA ഈസ് എന്ത് ലിഗാൻഡ് ആണ്? EDTA നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഫുൾ ഫോം എന്താന്ന് നോക്കാം. എന്താണ്? എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ്. കറക്റ്റ് അല്ലേ? എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് ആണ് ആര്? EDTA എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ അപ്പൊ എങ്ങനെയായിരിക്കും? CH2 അപ്പൊ എഥിലീനായി. ഇനി ഡൈഅമീൻ എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലായി. ടെട്രാ അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 COO- ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ COO- ഗ്രൂപ്പിൽ ഓരോരുത്തരും എന്ത് ഫോം ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. സോ 4 എണ്ണം അങ്ങനെ. ദെൻ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് ഉള്ള നൈട്രജൻ, ഇവർ രണ്ടും എന്ത് ഫോം ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. സോ ടോട്ടൽ നമുക്ക് എത്രയുണ്ട്? 1 2 3 4 5 and 6. They are hexadentate എന്ന് നമുക്ക് പറയാം. എന്താണെന്ന് പറയാം? ഹെക്സാഡെൻറ്റേറ്റ് ആണ് EDTA എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എടാ ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ആൽക്കഹോളിക് KOH ഇസ് എ സ്പെസിഫിക് റിയേജന്റ് ഫോർ. ആൽക്കഹോളിക് KOH എന്താണ്? ഒരു സ്പെസിഫിക് റിയേജന്റ് ആണ്. എന്തിനുള്ള? ആൽക്കഹോളിക് KOH നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദേ ആർ ഹെൽപ്പിംഗ് ഫോർ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ HBr-നെ നമ്മുടെ ഹാലോ ആൽക്കീൻ H-നെയും BR-നെയും കളഞ്ഞിട്ട് ആൽഫ ബീറ്റ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് കൊണ്ടുവരുന്ന ആളുകളാണ് എന്ത്? നമ്മുടെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആൽക്കഹോളിക് KOH എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ക്ലോറോഫോം is slowly oxidized by air in the presence of light to an extremely poisonous gas called എന്താണ്? ഫോസ്ജീൻ. ഫോസ്ജീൻ എന്ന് പറയുന്ന ഗ്യാസ് ആണ് ക്ലോറോഫോം എന്താണ്? എയറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്തിട്ട് എന്താ പറയുക? ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു പോയിസണസ് ഗ്യാസിന്റെ പേരെന്താണ്? ഫോസ്ജീൻ എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദ ഫോളോയിങ് റെപ്രസെന്റ് ജെമിനൽ ഡൈഹാലൈഡ്? നമുക്ക് 2 ടൈപ്പ് ഡൈഹാലൈഡ് ഉണ്ട്. ഏതൊക്കെയാണ്? വിസിനൽ ഡൈഹാലൈഡ് ഉണ്ട്, ജെമിനൽ ഡൈഹാലൈഡ് ഉണ്ട്. എന്താണ് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാലജൻ പ്രസന്റ് ഓൺ ദ സെയിം കാർബൺ ആറ്റത്തിലാണ് 2 ഹാലജൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് ഇവിടെ എന്തായിരിക്കും? എഥിലീൻ ഡൈക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും CH2 ഇവിടെ Cl ഇവിടെ Cl. ഇതിനാണ് നമ്മൾ എഥിലീൻ ഡൈക്ലോറൈഡ് എന്ന് പറയുന്നത്. 2,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CH3 ഇവിടെ ഒരു ക്ലോറിൻ ഇവിടെ ഒരു ക്ലോറിൻ. 1,3 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CH2Cl. ഓക്കെ അല്ലേ? ഈ Cl-നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരക്കാം. ഓക്കെ അല്ലേ? ഇനി 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? CH3 CHCl CH2Cl. ഓക്കെ, ഇവരെന്താണ്? തൊട്ടടുത്ത കാർബണിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇതിനെ നമുക്ക് വിസിനൽ എന്ന് വിളിക്കാം. പക്ഷേ സെയിം കാർബൺ ആറ്റത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ജെമിനൽ ഡൈഹാലൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ വിളിക്കാം? ജെമിനൽ ഡൈഹാലൈഡ്. തൊട്ടടുത്ത കാർബണിലാണെങ്കിൽ അതിനെ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്, ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, പ്രൊപ്പാൻ 1 ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 അറ്റ് 413 കെൽവിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് CH3 CH2 CH3OH ഇതിനെ ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ആൽക്കീൻ ഫോം ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് 413 കെൽവിനിലാണ്. ഇത് നമുക്കറിയാം, നമ്മുടെ ഈഥറിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? CH3 CH2 CH2O CH2 CH2 CH3 അല്ലെങ്കിൽ പ്രൊപ്പോക്സി പ്രൊപ്പൈൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? പ്രൊപ്പോക്സി പ്രൊപ്പൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ ആണോ? ഇനി ഈ സെയിം CH3 CH2 CH3നെ ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്യിപ്പിക്കണം. അറ്റ് 443 കെൽവിൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ മാറും. എന്താണ്? CH3 CH2 CH2OH ഉണ്ട് കേട്ടോ അവിടെ. എന്താ നമുക്ക് കിട്ടുക? CH3 CH ഡബിൾ ബോണ്ട് CH2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പ്രൊപ്പീൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കഹോൾസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം HCHO? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് HCHOയിൽ നിന്നും നമുക്ക് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ് റിയാക്ഷൻ വിത്ത് RMgX. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത വേറെ ഏത് ആൽഡിഹൈഡിനെയും നമ്മൾ RMgX അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു കീറ്റോണിനെ ആണെങ്കിൽ അതിനെ ഞാൻ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ അവർ തരുന്നത് ഒരു ടേർഷ്യറി ആൽക്കഹോൾ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ പ്രൈമറി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മതി. ഇത് പ്രൈമറിയാണ്, ഇത് പ്രൈമറിയാണ്, ഇത് പ്രൈമറിയാണ്. സോ ഇതിലെല്ലാ ആൽക്കഹോളിനെ തരാനായിട്ടും ആർക്ക് സാധിക്കും? HCHOക്ക് സാധിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? ആ റിയാക്ഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്. നമുക്ക് HCHOനെ എങ്ങനെ എഴുതാം? HC ഡബിൾ ബോണ്ട് OH എന്ന് എഴുതാം. നമ്മുടെ RMgX ഇവിടെ ഉണ്ടായിരിക്കും, R മൈനസ് MgX പ്ലസ്. ഇവിടെ നമുക്കറിയാം ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. സോ R ഇങ്ങോട്ട് വരുന്നു, MgX അങ്ങോട്ട് പോകുന്നു. സോ നമുക്ക് എന്തായിട്ട് മാറും? ഇത് RCH2OMgX ആയിട്ട് മാറും. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്താവും? RCH2OH പ്ലസ് MgOHX ആയിട്ട് അത് മാറാണ് ചെയ്യുക. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് ഫോർമാലിറ്റിയായിട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾസ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. യെസ്. ഓക്കെ. 44th ക്വസ്റ്റ്യൻ, anisole on reaction with HI forms. Again നമ്മൾ ഈഥറിൽ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ആനിസോളിനെ നമ്മൾ HI ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ എപ്പോഴും ഒന്നുകിൽ ഈ ബോണ്ട് ബ്രേക്ക് ആവണം അല്ലെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ആവണം. എപ്പോഴും നമ്മളൊരു ഫിനോക്സി ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഈ ബോണ്ടാണ് ബ്രേക്ക് ആവുക. എന്നിട്ട് ഇവരെപ്പോഴും ആരായിട്ട് മാറുക ചെയ്യുക? ഫിനോൾ ആയിട്ട് മാറുക ചെയ്യുക എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെന്തായിട്ട് മാറും? CH3I ആയിട്ട് മാറും. സോ നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫീനോളും മീഥൈൽ അയോഡൈഡ് അല്ലെങ്കിൽ അയോഡോ മീഥൈനുമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. സോ ഇത് രണ്ടിലും ഏതാണോ എന്നാണ് നമ്മുടെ ഡൗട്ട്. സോ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫിനോൾ ആൻഡ് മീഥൈൽ അയോഡൈഡ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി. അസിഡിറ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓർഡർ വരുന്നത് ഫീനോളിനാണ് ഏറ്റവും കൂടുതൽ, ദെൻ കംസ് വാട്ടർ, ദെൻ ഓൺലി കംസ് ആൽക്കഹോൾ. റീസൺ എന്താന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ്? യെസ്. ഓക്കെ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പറയാൻ കാരണം, ഇവിടെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള ഇവിടെ എന്താ പറയുക ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് നമ്മുടെ അറോമാറ്റിക് റിങ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഹൈഡ്രജൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ ആൽക്കഹോളിന്റെ കേസ് നോക്കുന്ന സമയത്ത് പ്ലസ് ഐ ഇഫക്റ്റ് കാരണം ഇവരുടെ അസിഡിറ്റി എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇവരുടെ അസിഡിറ്റിന്റെ ഓർഡർ ഉണ്ടായിരിക്കുക. ഫീനോളിന് കൂടുതൽ ദാൻ വാട്ടർ ദാൻ ആൽക്കഹോൾ എന്ന് നമുക്ക് പറയാം. വാട്ടറിന്റെ കേസിൽ അങ്ങനെ ഒരു പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൽക്കഹോളിന് അത്ര കുറവായിരിക്കില്ല വാട്ടറിന്റെ അസിഡിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 5 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ.
4-methoxyacetophenone can be prepared from anisole by 4-methoxyacetophenone എങ്ങനെ നമ്മൾ അനിസോളിന് പ്രിപ്പയർ ചെയ്യുന്നത്? യെസ്, അനിസോൾ നമുക്ക് എഴുതാം CH3. ഇനി ഇതിൽ നിന്ന് എന്താക്കാനാ പറഞ്ഞത്? 4-methoxyacetophenone. അസറ്റോഫിനോൺ എന്ന് പറയുമ്പോൾ COCH3 ഇവിടെ വന്നു, ഇവിടെ ഒരു OCH3 വന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് ഒരു അസൈൽ കോമ്പൗണ്ടിനെയാണ്. സോ ഈ അസൈൽ കോമ്പൗണ്ടിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഞാനൊരു CH3COCl in presence of anhydrous aluminum chloride ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്താൽ പോരെ? ദാറ്റ് മീൻസ് നത്തിങ് ബട്ട് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ് നമ്മളിവിടെ ചെയ്യേണ്ട റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആരെയാണ് ആഡ് ചെയ്തത് നോക്കുക, അയാൾ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് നത്തിങ് ബട്ട് എന്താണ്? ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ -I ഇഫക്റ്റ് കാരണം അവരുടെ അസിഡിറ്റിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് പറഞ്ഞത് ആരെയാണ്? Cl CH2 COOH. ദെൻ നമ്മൾ ആരെ പറയാണ്? Cl3CCOOH. അതായത് 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആരെ കൊണ്ടുവന്നു? ക്ലോറിനെ കൊണ്ടുവന്നു. എഗെയിൻ നമ്മൾ പറയുന്നത് CH3COOH, ദെൻ നമ്മൾ പറഞ്ഞത് Cl2CHCOOH. സോ ഞാൻ ഇതിനെ 1, ഇതിനെ 2, ഇതിനെ 3, ഇതിനെ 4 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓർഡർ വരുന്നത് എങ്ങനെയായിരിക്കും? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക? സെക്കൻഡ് വണ്ണിനാണ്. ക്ലിയർ അല്ലേ? ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതലുള്ള ആൾ എഴുതുന്നു. സോ സെക്കൻഡ് ഗ്രേറ്റർ ദാൻ, ദെൻ ആര് വരും? 2 ആളുള്ളത് ആൾ വരും. സോ ദാറ്റ് ഈസ് 4, ദെൻ ഒരാളുള്ളത് 1, ദെൻ 3. ഇതായിരിക്കും നമ്മുടെ ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ദ മേജർ പ്രോഡക്റ്റ് ഫോർ ദ അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ടു പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെയും മെർക്കുറിക് സൾഫേറ്റിന്റെ പ്രസൻസിൽ ഞാൻ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ആൽഡിഹൈഡ്സിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ പറഞ്ഞ എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് നമ്മൾ സെയിം ആളെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ആൽഡിഹൈഡ് ആയിരിക്കും. ബാക്കി ഏത് ആൽക്കൈനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്താണ്? കീറ്റോൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് വിൽ ബി അസറ്റോൺ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പനോൺ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ ഈസ് ഗിവൺ ബൈ ഓൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ശരിയാണോ? തെറ്റാണ്. കാരണം എന്താണ്? only the aldehydes and ketones containing എന്ത് alpha hydrogen can give in the aldol condensation. aldol condensation തരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവര് എന്താ പറയാ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ വേണം. എന്നാൽ മാത്രമേ അവർക്ക് ആൽഡോൾ കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ ഇംപ്ലൈസ്. ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4D ആൻഡ് 5D സീരീസിന്റെ ഇടയിലാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള അറ്റോമിക് റേഡിയൈ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. ഡിക്രീസ് ഇൻ അയോണിക് റേഡിയൈ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയൈ എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? സോ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ 50 എന്താ പറയുക 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതാനായിട്ട് നോക്കുക. ഉഷാറായിട്ട് എല്ലാവരും എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇനി നിങ്ങൾക്ക് എന്താ പറയുക വേറെ എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ഇടാം. ഇതുവരെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ
ലിങ്കിൽ പോയിട്ട് കയറിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നോക്കാം കേട്ടോ. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക വേദാന്തു ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിസ് നമ്മൾ നടത്തുന്നുണ്ട്. സോ ആ ക്വിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. 1 സെക്കൻഡ് ഞാനത് കാണിച്ചു തരാം കേട്ടോ. യെസ്, ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ പരിജ്ഞാനം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ഒരു വീക്ക് ക്വിസിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ വേഗം ആ ഒരു വീക്ക് ക്വിസിൻ്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ വീക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വേഗം പോയി ചെക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കാനായിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, yes, so that's it for today from my end. All the best for your exam. See you again another day with another topic. Till then, this is me Shibila signing off. Bye bye.